നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെ തലയെടുപ്പുള്ള നേതാവ്, ആ നേതാവിന് എന്തു മാറ്റം വന്നു എന്ന് അധികം ആരും ചർച്ച ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ പ്രതിപക്ഷത്തെ രാഹുൽ ഗാന്ധിക്കടക്കം ഈ ഒരു കാര്യം കൃത്യമായി ബോധ്യമായി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നരേന്ദ്രമോദിയെ പഴയതുപോലെ തളയ്ക്കുക എളുപ്പമല്ല. ഏതെങ്കിലും രീതിയിൽ നരേന്ദ്രമോദിയെ പിടിച്ചടക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കീഴ്പ്പെടുത്താം എന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സഹിതം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്ര സറണ്ടർ എന്ന പരിഹാസവുമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുന്നത്. ഈ പരിഹാസം തീർച്ചയായും ഗുണം ചെയ്യുക BJPക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ പരിഹാസം കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം ഈ സമീപകാല ചരിത്രത്തിൽ എപ്പോഴൊക്കെ കോൺഗ്രസ് മോദിയെ പരിഹസിച്ചിട്ടുണ്ടോ, കാതലായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്താതെ പരിഹസിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം മോദിക്ക് അത് വലിയ ഗുണം ചെയ്യുകയും കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ചൗക്കീദാർ ചോർ ഹേ എന്നതുപോലെയുള്ള മുദ്രാവാക്യങ്ങളെല്ലാം കോൺഗ്രസിന് ഏൽപ്പിച്ച ആഘാതം എത്രയാണ് എന്ന് നമ്മൾ കണ്ടു. ഈ നരേന്ദ്ര സറണ്ടർ എന്ന മുദ്രാവാക്യവും ആ രീതിയിലേ അവസാനിക്കൂ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ദൂർ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യക്ക് ഇത്രയും കൃത്യതയാർന്ന സൈനിക ശേഷിയുണ്ടെന്നും അത് നരേന്ദ്രമോദി ഭരിച്ച കഴിഞ്ഞ 10-11 വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് വന്ന മാറ്റമാണ് എന്നും ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു സൈനിക ആക്രമണം എങ്ങനെ വേണം, ഒരു സൈനിക ആക്രമണത്തിൽ ഇന്ത്യക്ക് എത്രമാത്രം മുൻതൂക്കമുണ്ട്, ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇന്ത്യ വെല്ലുവിളിയായി മാറും, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യക്ക് വെല്ലുവിളിയായി മാറും, അതിനെയൊക്കെ അതിജീവിക്കാൻ ഇന്ത്യക്ക് കരുത്തുണ്ടോ, ഇതെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഓപ്പറേഷനായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ ജനപിന്തുണ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ ഒരു അണുവിട പോലും രാഷ്ട്രീയമായി പ്രയോജനം ചെയ്യിക്കാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം അതിനു മുമ്പ് തന്നെ BJP അത് നേടിക്കഴിഞ്ഞു. ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന, അല്ലെങ്കിൽ പഹൽഗാം ആക്രമണത്തിൽ നടന്ന സമയത്തൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ, അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെയുള്ള ഒരു ആക്രമണമൊക്കെ ഉണ്ടാകും, അതിനുശേഷം ഈ തിരിച്ചടി ഉണ്ടാകും, ഇതെല്ലാം BJP രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തും. കാരണം 2024 നരേന്ദ്രമോദിയുടെ ഒരു ഗ്രാഫ് താഴേക്ക് വന്നു. അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല BJPക്ക്, മറ്റ് കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാഫിൽ ഒരു ഇടിവ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് മറികടക്കാനാണ് ഈ പഹൽഗാമും ഓപ്പറേഷൻ സിന്ദൂറും എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ വസ്തുത അതിൽ നിന്നും ഏറെ അകലെയാണ്. തീർച്ചയായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഗ്രാഫിന് വലിയൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ഈ പഹൽഗാമിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി മറികടന്നു കഴിഞ്ഞു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്, ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. ഈ 3 സംസ്ഥാനങ്ങളിലും തിളക്കമാർന്ന വിജയം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP നേടിയത്. പിന്നെയുള്ളത് ജാർഖണ്ഡും ജമ്മു കാശ്മീരിലുമാണ്. ഈ ജാർഖണ്ഡിൽ മാത്രമാണ്, ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന JMM അവർ ഭരണത്തിലായിരുന്നു, അവരെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല ജമ്മു കാശ്മീരിലും ഭരണം പിടിച്ചത് ഒമർ അബ്ദുള്ളയാണ്. പക്ഷേ ജമ്മു കാശ്മീരിൽ എത്രമാത്രം വലിയ മാറ്റമാണ് BJPക്ക് അവിടെ ഉണ്ടായത്. താഴ്വരയിൽ BJPക്ക് സീറ്റുകൾ പിടിക്കാനായില്ല എങ്കിലും ജമ്മു മേഖലയിൽ BJP ഒരു അപ്രമാദിത ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2024 ശേഷം നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 എണ്ണത്തിലും വളരെ കൃത്യമാർന്ന വിജയം നേടുകയും ബാക്കി 2 തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായും രാഷ്ട്രീയമായ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്ത പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ 2024 ഗ്രാഫിലുണ്ടായ ഇടിവ് അപ്പോൾ തന്നെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു പഹൽഗാമിൻ്റെയോ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആവശ്യം BJPക്കോ നരേന്ദ്രമോദിക്കോ ഇല്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ വലിയൊരു മുൻതൂക്കം തീർച്ചയായും നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രതിച്ഛായ അത് നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട്. വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അത് ബോധപൂർവം പ്രയോജനപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും നരേന്ദ്രമോദിക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഗുണം അത് ഓട്ടോമാറ്റിക്കായി വന്നു ചേരുക തന്നെ ചെയ്യും. ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടാവില്ല.
BJP അവിടെ കൃത്യതയുള്ള അല്ലെങ്കിൽ ആധികാരികമായ സമ്പൂർണമായ ആധിപത്യം അവിടെ നേടിയെടുക്കും എന്നത് തന്നെ പറയണം. തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂർ അതിലൊരു ഘടകമായിരിക്കും. പക്ഷേ BJP ബോധപൂർവം അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തേണ്ട ആവശ്യവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.